എന്റെ പഠനത്തെ കുറച്ചെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ഒരു ഹാബിറ്റ് ഉണ്ട്. വേറെ ഒന്നുമല്ല, പഠിക്കുന്ന ടൈമിൽ ഫോൺ റൂമിൽ നിന്ന് തന്നെ മാറ്റി വെക്കുന്നത്. സിമ്പിൾ ആണെന്ന് തോന്നും, റൈറ്റ്? പക്ഷെ ബാക്കി കൂടെ കേൾക്കൂ. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ റിസർച്ചേഴ്സ് കുറച്ച് സ്റ്റുഡൻസിന് കോഗ്നിറ്റീവ് ടാസ്കുകൾ ചെയ്യാനായിട്ട് കൊടുത്തു. അതില് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ഫോൺ മറ്റൊരു റൂമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഫോൺ അവരുടെ പോക്കറ്റിൽ വെച്ചിട്ടായിരുന്നു പഠിച്ചത്. മൂന്നാമത്തെ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ഫോൺ ഡെസ്കിൽ കമഴ്ത്തിയും വെച്ചു. ലാസ്റ്റ് അവരുടെ പെർഫോമൻസ് നോക്കിയപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അഥവാ ഫോൺ മറ്റൊരു റൂമിൽ കൊണ്ടുവച്ചിട്ട് പഠിക്കാനിരുന്നവരില്ലേ, അവരാണ് മറ്റ് രണ്ട് ഗ്രൂപ്പിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തത്. അപ്പൊ പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ ഫോൺ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. ഫോൺ അടുത്ത് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ കുറയും. ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നിങ്ങൾ ഫോൺ എടുത്തിരിക്കും. സോ ഗൈസ്, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ മറ്റൊരു റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കുക. ഇതുവഴി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ക്വാളിറ്റി സ്റ്റഡി നടത്താൻ പറ്റും. ആൻഡ് വിത്തിൻ ഫസ്റ്റ് വീക്ക് നിങ്ങളിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഗൈസ്, ട്രൈ ടുഡേ ജസ്റ്റ് ഫോർ വൺ സ്റ്റഡി സെഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കുമ്പോൾ ഫോൺ അടുത്ത് വെക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും.